നേടണം, ഫ്ലാറ്റ് നേടണം വിചാരിച്ചിട്ട് എത്ര ആഗ്രഹിച്ച് മോനെ എന്താ മോനെ ഇത്രയെങ്കിലും കഴിവ് വേണം മോനെ. നാട്ടിലെ മൊത്തം കട്ടൗട്ടും ഫ്ലക്സും എല്ലാം റെഡിയാക്കി വെച്ചാണ്. എന്താ മോനെ നാട്ടിലെ ശല്യം കാരണം ബിഗ് ബോസിലോട്ട് കുത്തിക്കയറ്റാൻ നോക്കണം. മമ്മൂക്കയ്ക്ക് വിവരമുണ്ട്, രാജുവേട്ടനും വിവരമുണ്ട്. മോനെ എന്താ മോനെ ഇങ്ങനെ നിന്നെ കേട്ടത്തോണ്ട് ലാലേട്ടന് വിവരമുണ്ട്. രാവിലെ എണീറ്റ് കണ്ടോമാർ ഹോട്ടലിൽ തലവെട്ടി കയറ്റുന്നവന്മാരല്ല ബിഗ് ബോസിൽ പിടിച്ച് കയറ്റുന്നത്. മലയാളികൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡാഡി ഉണ്ടോന്ന്. പക്ഷെ ഇവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ ചൂണ്ടിക്കാണിക്കുന്ന ആർക്കും അറിയത്തില്ല. കാരണം വേറെ ഒന്നുമല്ല അണ്ണന് പല ഡാഡിയാ. ഓക്കെ അതൊക്കെ ഇവിടെ നമുക്ക് അവന്റെ ഫസ്റ്റത്തെ ഡാഡിയെ നോക്കാം. ഫസ്റ്റത്തെ ഡാഡിയാണ് നെയ്മർ. ചൂടാ ക്യൂട്ട്നെസ് നോക്കി എടുത്തൊന്ന് കൊഞ്ചിക്കാൻ തോന്നും. എന്ന് വെച്ചിട്ട് എടുത്ത് കൊഞ്ചിക്കാൻ പോയത് അണ്ണന് രാവിലെ മെസ്സിയാണ് ഡാഡിയെങ്കിൽ വൈകിട്ട് നെയ്മറാണ്, രാത്രി നോക്കണ റൊണാൾഡോയ്ക്കാണ് എന്റെ ഡാഡി. അതൊക്കെ പോട്ടാണ് എന്റെ പുതിയ ഡാഡിയാണ് ജെയ്സു. മോനെ ഒരു ചോദ്യം ചോദിക്കട്ടെ മോനെ, മോന്റെ ഒറിജിനൽ ഡാഡി ഏതാ മോനെ? പല കളികളും കണ്ടിട്ടുണ്ട്, പല ഇൻസ്റ്റ വയർ റിയൽ വരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് തന്തയെ മാറ്റി കളിക്കുന്നതാണ്. ചിലപ്പം ഇതിനാണെന്റെ ഒരു ഹോബി ആയിരിക്കും ഇങ്ങനെ ഡാഡിനെ മാറ്റി കളിക്കുന്ന. എന്തായാലും അണ്ണന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് ഇടപെടുന്നില്ല. എന്നെ ഡാഡിനെ വിളിച്ച് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ ഡാഡി എന്നുള്ള വിളി നിർത്തി അണ്ണന്റെ പുതിയ വർക്ക് നോക്കാം. ഇതിനാണ് വന്ന് എവിടേക്കാണ് എഡിറ്റ് ചെയ്ത് വെറ്റി വെക്കുന്നത്. പൊന്നു വിതരണ ഈ എഡിറ്റ് ചെയ്തേക്കാണ്ട് എയറിലായിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് മാറി ഇരിക്കില്ലെങ്കിൽ ഒറിജിനൽ എയറിലാവും. രാവിലെ നോക്കുമ്പോൾ 24 മാതൃഭൂമി മനോരമയൊക്കെ എടുത്ത് കലക്കുന്നതാണ്. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് മാറി ഇരുന്ന വലിയ പണി. ഫൈനലി നമ്മുടെ അണ്ണൻ പൃഥ്വിരാജിന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു BGM ഇട്ടുകൂടാ നിപ്പാണ്. എന്റെ പൊന്നെ മാസ് മരണം മാസ്. അണ്ണൻ ടീ എഡിറ്റ് ഉണ്ട്. ഞാൻ എന്റെ ഫാനായി. അണ്ണ എന്നെ ഒന്ന് എഡിറ്റ് പഠിപ്പിക്കണം, കുറച്ച് നേരം എഡിറ്റിംഗ് പഠിപ്പിക്കണം. നിനക്കറിയാം അത് എഡിറ്റിംഗ് ആണെന്ന്. അണ്ണന്റെ എഡിറ്റ് കണ്ടുപിടിക്കാൻ കൊത്തിരണ അത്രയ്ക്ക് പെർഫെക്ഷൻ ഉണ്ടായിട്ടാണ് പറഞ്ഞത്. പിന്നെ നീ എന്തിനാ എന്നെ വെറുതെ ട്രോളുന്നത്? പൊന്നെണ്ണ ഇനി അണ്ണനെ ട്രോളല്ല ഗുണ്ട. മിഥുനണ്ണന്റെ രോമത്തിന് നിൽക്കില്ല, തട്ട് താണെന്നെ ഇരിക്കും. മിഥുനണ്ണൻ ഫ്ലവർ അല്ലടാ ഫയറാ, പൊങ്ങത്തില്ല. മിഥുനണ്ണൻ ആർമിന്ന് അടിച്ചു നോക്കിയാൽ മതി. എവിടെ അടിക്കണോന്ന് പറയണ, പേടിയാവുന്ന അണ്ണൻ ഗുണ്ടയാണോ? ഗൂഗിളിലും ക്രോമിലും എല്ലാത്തിലും മിഥുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. ഞാൻ ഗൂഗിൾ എടുത്തിട്ട് നേരെ ചെന്നിട്ട് ചലഞ്ചിങ് സ്റ്റാർ മിഥുൻ അണ്ണൻ ആർമി. അണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ ആണ്. അണ്ണനെ ചലഞ്ച് ചെയ്യാൻ വേറെ ആരും ഇല്ല. അണ്ണനെ ട്രോൾ അണ്ണനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് വീഡിയോസ് ആക്കിയിട്ട് ആർമിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ബട്ട് വൈ ഇത്ര നേരം കാണിച്ച മിഥുനല്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഗുണ്ടായിട്ടുള്ള മിഥുനാണ് കാണാൻ പോകുന്നത്. നേരിട്ട് വന്ന് കണ്ടിട്ട് ഒരു ഉപദേശമായിട്ട് തന്നതാ. അതുപോലെ അണ്ണൻ വിജയനെ പിടിച്ച് നോക്കി. വിജയ് ഫാൻസിന് നേരിട്ട് വന്നിട്ട് അണ്ണനെ പിടിച്ചിട്ട് ഇറങ്ങി എന്നാ തോന്നുന്നു. അണ്ണന്റെ ആ പേടി കണ്ടിട്ട് വിറക്കി കൈയും കാലൊക്കെ. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ചെയ്ത കാര്യം ഞാൻ തന്നെ നിർത്തോളത്തോളം എന്നൊക്കെ പറയും. പക്ഷെ ആ വീഡിയോക്കകത്ത് നോക്കുവാണെങ്കിൽ അണ്ണൻ നിന്ന് വിറക്കുക പേടിച്ചിട്ടൊക്കെ. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിനെണ്ണം പാവോ. ഞാൻ കുറെ ഇട്ട് ട്രോളി. സോറി ആണ്, ഞാൻ എന്റെ ഡാഡിക്ക് വിളിക്കത്തില്ല, ഡാഡിക്ക് ഒട്ടും വിളിക്കത്തില്ല. അണ്ണന്റെ ഡാഡി എന്തെങ്കിലും ഡാഡി ആവട്ടെ. അണ്ണാ ഞാൻ ഒരു ഉപദേശം തരാം. മെസ്സിയുടെ മോന്റെ മുഖത്തൊക്കെ ഫോട്ടോ ഇട്ട് ചേക്കുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തം ഡാഡിയോട് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞാൻ വരാം.